നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ ഫലസ്തീനികളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം. വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കവെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു മുന്നറിയിപ്പ് ഇത് ഇസ്രായേലിന്റെ തന്ത്രം മാത്രമാണ്, ഒഴിഞ്ഞു പോകൽ ഭീഷണി എന്നാണ്. അതിനിടെ ഇസ്രായേൽ മിനി ക്യാബിനറ്റ് യോഗം ഇന്ന് ചേരുവാനിരിക്കുകയാണ്. കെയ്റോയിലും ദോഹയിലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ മാത്രം ഗാസയിൽ 54 പേരാണ് കൊല്ലപ്പെട്ടത്. ബോംബ് വർഷം നടക്കുന്നത് മധ്യ ഗാസയിലെ ദെയർ അൽ ബലാഹിൽ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു. വ്യോമാക്രമണത്തിൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ 3 വീടുകൾ തകർന്ന് 5 കുട്ടികളടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്യുകയുണ്ടായി. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനം കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് എന്നും സൈന്യം വ്യക്തമാക്കി. എന്നാൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. 9 മാസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 38,200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റത് 88,000-ലേറെ പേർക്കാണ്. ഇന്ധനക്ഷാമം കാരണം ഗാസയിൽ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഗാസയിലെ 36 ആശുപത്രികളിൽ 13 എണ്ണമാണ് ഇപ്പോൾ ഭാഗികമായി പ്രവർത്തിക്കുന്നത്. കെയ്റോയും ദോഹയും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള കൂടിയാലോചനകളും ഇന്നലെ നടന്നു. അതേസമയം മറ്റൊരു നിർണായക ചർച്ച കൂടി നടന്നിരിക്കുകയാണ്. ഖത്തർ, ഈജിപ്ത് നേതാക്കളുമായി അമേരിക്കൻ കോർഡിനേറ്റർ മാർക്ക് ഗുർക്ക് ചർച്ച നടത്തി. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണം എന്ന ഒരു നിലപാട്, ആ നിലപാടിൽ തന്നെ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി. ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ്. അപ്പർ ഗലീലി ഉൾപ്പെടെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിൽ ഒരു വനിതാ സൈനികയ്ക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്ന വിവരം. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് സ്വീകരിക്കുന്ന ഏത് തീരുമാനത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ലയും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു മുന്നറിയിപ്പ് ഇവർ വിട്ടുപോകണം എന്നാണ്. അതായത് ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ ഫലസ്തീനികളോടും ഒഴിഞ്ഞു പോകണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ഒഴിഞ്ഞുപോകൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.